Good afternoon, my dear students. ഇന്ന് നിങ്ങൾ CA ഫൗണ്ടേഷൻ്റെ എക്സാം റൈറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയം. ഇനി നമുക്ക് ഇന്ന് നൈറ്റ്, നാളെ മോർണിംഗ്, മറ്റന്നാൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് 3 days. ഈ 3 days നമുക്ക് എങ്ങനെ ഏറ്റവും ഒപ്റ്റിമൽ ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാം, സോ ദാറ്റ് നമ്മളുടെ സെക്കൻഡ് എക്സാമായ ലോ പേപ്പറിൽ ഹൗ വി ക്യാൻ ഗെറ്റ് ആൻ എക്സംഷൻ. ഫസ്റ്റ് തിങ്, ഇന്ന് കഴിഞ്ഞ അക്കൗണ്ട്സ് പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യണ്ട. ഒരു ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് വന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ട. ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ മടക്കി സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചോ. നമുക്കത് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഫസ്റ്റ് തിങ് യു ഷുഡ് മേക്ക് ഷുവർ ഇസ് യു ആർ നോട്ട് ഗോയിങ് ടു ലുക്ക് എനി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ആസ്ക്ഡ് ഇൻ ടുഡേസ് അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ദാറ്റ്സ് റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1 ഫോർ യുവർ സക്സസ്. ഇന്നത്തെ എക്സാം എന്തോ ആയിക്കോട്ടെ, അത് ഈസി ആയിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, യു ആർ നോട്ട് ഗോയിങ് ടു ലുക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസമുണ്ട്, നാളത്തെ ഒരു ഫുൾ ഡേ ഉണ്ട്, ഡേ ആഫ്റ്റർ ടുമാറോ ടിൽ എക്സാം വരെയുള്ള നൂൺ വരെയുള്ള സമയമുണ്ട്. നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ലോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഈവൻ ദോ നിങ്ങൾക്കത് 60 മാർക്സ് ആണെങ്കിൽ പോലും ആക്ച്വലി 60 മാർക്സിനല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, 72 മാർക്സിനാണ് ചോദിക്കുക. ബിക്കോസ് യു നോ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഓപ്ഷണലാണ്. അപ്പം ഞാൻ റീസെൻ്റായി വന്ന എക്സാമിലുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അത് നിങ്ങൾക്ക് നല്ല യൂസ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ 72 മാർക്സിനാണ് എക്സാമിന് വരിക. 12 മാർക്സിൻ്റെ ഒരു ഓപ്ഷനിൽ ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബിയസ്ലി മാൻഡറ്ററി ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. യു വിൽ ഹാവ് 5 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് വിച്ച് യു വിൽ ബി സെലക്ടിങ് എനി 4. ഓക്കെ, നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലോയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന് ഡയറക്റ്റ് ടൈപ്പ്, മറ്റൊന്ന് കേസ് സ്റ്റഡി ബേസ്ഡ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇനി അതല്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ആർ ദി സ്റ്റെപ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അങ്ങനെ ഡയറക്റ്റ്ലി ഒരു കേസ് സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പറയാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യനെ ഹിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതല്ല, ചില സമയത്ത് നമുക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ഉണ്ടോ. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഭരതനാട്യം ഡാൻസറിനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ബുക്ക് ചെയ്തു. മേ ബി അവരൊരു 15 പ്രോഗ്രാംസിന് അവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. അത് ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ 100% പറയാൻ I have not seen the question paper, but from the prior experiences and prior question papers which we have gone through, first question normally അതൊരു കോൺട്രാക്ട് ആക്റ്റിലെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനുശേഷമുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനും ഒരു കമ്പനീസ് ആക്റ്റിലെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ സെയിൽസ് ഓഫ് ഗുഡ്സ് എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് നോർമലി വി ആർ എക്സ്പെക്ടിങ് 4 മാർക്ക് ഈച്ച്. അങ്ങനെ ആകുമ്പോൾ 4 into 3 12 മാർക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എയും ബിയും, എ ഒരു കോൺട്രാക്ട് ആക്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും ബി ഒരു LLPയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും.
ക്വസ്റ്റ്യൻ നമ്പർ 3, പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ കോൺട്രാക്ട് ആക്ട് എന്നുള്ളൊരു കേസ് സ്റ്റഡി. ക്വസ്റ്റ്യൻ നമ്പർ 4, സെയിൽസിലുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും പാർട്ട്ണർഷിപ്പിലൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, സെയിൽസ് എന്നൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആൻഡ് ബി കോൺട്രാക്ട് എന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ലാസ്റ്റ് 6th വരുമ്പോൾ കോൺട്രാക്ട് എന്നും പാർട്ട്ണർഷിപ്പ് എന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യനും കമ്പനീസ് ആക്ട് എന്നൊരു കേസ് സ്റ്റഡി. ഈ 2, 3, 4, 5, 6 എന്നുള്ളത് ഒരു 12 മാർക്സ് ഇൻ ഈച്ചിനാണെങ്കിൽ 12 into 4 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഈ ഓപ്ഷണൽസ് നിന്ന് 12 into 1 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എന്ത് വരിക, 60 മാർക്സിലേക്ക് വരിക. സോ ഈ ഒരു ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായി, LLPന്ന് സെക്കൻഡിലെ ബി ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ തീരെ LLPയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല, തീരെ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് LLP സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുന്നില്ല തീരുമാനിക്കാം. പക്ഷേ അവിടെ ഉള്ള ഒരു പ്രശ്നം, സെക്കൻഡ് ക്വസ്റ്റ്യനിലെ കോൺട്രാക്റ്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും കൂടെ ഉണ്ടാവുക. അതാണ് അതിലൊരു ചാലഞ്ച്. നിങ്ങൾ ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LLP സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊവൈഡഡ് ഡിസ്ക്ലൈമർ ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ. പക്ഷേ ഇങ്ങനെയാണ് കുറേ പ്രാവശ്യം വരുന്നത്. മേ ബി നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും ഒന്ന് കമ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, അതാണ് അടുത്ത ഒരു ചാലഞ്ച്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് സി, പ്രൊവിഷൻ ആദ്യം എഴുതാം. ഫസ്റ്റ് ഒരിക്കലും നിങ്ങൾ യെസ് നോ എന്ന് പോയി എഴുതരുത്. നിങ്ങൾ പ്രൊവിഷനിലേക്ക് നേരെ പോവാം. കാരണം പ്രൊവിഷനിൽ നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിരിക്കണം. നിങ്ങളുടെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊവിഷൻസ് എഴുതുക. അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ ഫാക്ട്സ് കൊണ്ടുവരിക. ആൻഡ് ലാസ്റ്റ്ലി യു ഹാവ് ടു റൈറ്റ് ദ കൺക്ലൂഷൻ. ഇങ്ങനെ 3 സ്റ്റേജിലായിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒബ്വിയസ്ലി ഡയറക്റ്റ്ലി ഉള്ള ആൻസേഴ്സ് ആയിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അത് സജസ്റ്റഡ് ആൻസറിലേക്ക് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കോപ്പി പേസ്റ്റ് ആണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മാക്സിമം ആ ഒരു സ്റ്റൈലിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ എഴുതിയതിനൊക്കെ ആൻസർ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. അതുപോലെ 15 minutes ടൈം, അത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ടൈമാണ്. ഇപ്പോൾ അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 15 minutes ടൈം കിട്ടിയിട്ടുണ്ട്. ഇതിനും നിങ്ങൾക്ക് ഒരു 15 minutes ടൈം കിട്ടും. ആ ടൈമിൽ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് 6, 5, 4, 3, 2 ഇതിലേതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്തു. ഈ ഓപ്ഷനല്ലേ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, അത് ഡിസൈഡ് ചെയ്യാനുള്ള സമയമാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി നോക്കുകയേ വേണ്ട. ക്ലിയർ ആണോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്കൊരു കംഫർട്ട് കുറവുള്ളത്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ബാക്കി മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് എത്രയോ നല്ല രീതിയിൽ ആൻസർ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റ് ചെയ്യാനോ ഒന്നുമല്ല. അതായത് നമുക്ക് കട്ട് ചെയ്യാതിരിക്കുക, ലെജിറ്റിമേറ്റ് ആയിട്ട് എഴുതുക. കേസ് ലോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കേസ് ലോസ് കോട്ട് ചെയ്യുക. സെക്ഷൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ റിലവൻറ്റ് പ്രൊവിഷൻസ് എഴുതിക്കോ. ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ നിങ്ങൾ ഒരു സെക്ഷൻസ് ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. അറിയുന്ന സെക്ഷനാണ്, നിങ്ങൾക്ക് റിവൈസ് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ആ സെക്ഷൻസ് കോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനീസ് ആക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇവിടെയും നിങ്ങൾക്ക് ഡിസ്കഷൻ എടുക്കാം. ഒരു ഓർഡർ ഞാൻ കൊടുക്കുന്നത്, കമ്പനീസ് ആക്ട് നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ കാണാം. കമ്പനീസ് ആക്ട് എന്ന് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനും വരുന്നുണ്ട്, പിന്നെ കമ്പൽസറി ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദേ ക്യാൻ കം ഓൾസോ. സോ എപ്പോഴും കമ്പനീസ് ആക്ട് ഒന്നാമത് അതൊരു കോൺട്രാക്ട് ആക്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ട് ഒരു സ്മോൾ ചാപ്റ്ററാണ് കമ്പയറിംഗ് ടു കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ടോട്ടലിയും കമ്പനീസ് ആക്ട് സ്മോൾ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുഡ് ഫീലിംഗ് ആണ്, തീർന്നു. സിമിലർലി LLP യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഫാസ്റ്റ്. അതായത് ഇന്ന് ടുഡേ എക്സാം കഴിഞ്ഞ ഈ ദിവസം നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കമ്പനീസ് ആക്ടും സ്റ്റാർട്ട് ചെയ്യുക, LLPയും സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മാക്സിമം ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രീവിയസ് ഇയർ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന RTP സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫ്രം ദീസ് 2 പോർഷൻസ്. അത് നോക്കുക. തൊട്ട് മുന്നത്തെ RTPയുടെ നിങ്ങളുടെ കയ്യിൽ PDF മറ്റും ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ മാക്സിമം ആ ഏരിയ നിങ്ങൾക്ക് നോട്ടിൽ നിങ്ങളുടെ കയ്യിലൊരു നോട്ട് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, RTP എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഓവറോൾ ആയിട്ട് മാക്സിമം ടു മാക്സിമം
ട്രൈ ടു കവർ കമ്പനീസ് അറ്റ് എൻ LLP ടുഡേ ഇറ്റ്സ്. ആൻഡ് LLPൻ്റെ കേസ് നിങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് പോകണ്ട. കാരണം എന്താ, ആകെ ഒരു ക്വസ്റ്റ്യനെ വരുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏരിയ എന്നായിരിക്കും ചിലപ്പോൾ വരുന്ന, ആ മാർക്ക് കളയണ്ട. സിമ്പിളായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത്രയും ഭാഗം ഓക്കെയാണോ? ഇനി പ്രൊവൈഡഡ് നിങ്ങൾ ഇത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ, ഐ വുഡ് സേ നെക്സ്റ്റ് ക്യാൻ ബി ടുമോറോ മോർണിംഗ് 6 AM ഓർ നെക്സ്റ്റ് ക്യാൻ ബി ലൈക്ക് നൈറ്റ് ഫുള്ള് ഇരിക്കുന്ന മക്കളുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ. ഇതിന് ശേഷം അത് മേ ബി ടുമോറോ മോർണിംഗ് ആകാം, നിങ്ങൾ നേരെ പോകാൻ ഞാൻ പറയാം, സെയിൽസും പാർട്ട്ണർഷിപ്പും കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ നേരെ കോൺട്രാക്ട് ആക്ടിലേക്ക് ഇപ്പോൾ പോകണ്ട. കാരണം എന്താ, കോൺട്രാക്ട് ആക്ട് കുറച്ച് വലുതല്ലേ. അപ്പം നിങ്ങൾ കമ്പനീസും LLPയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെയിൽസും പാർട്ട്ണർഷിപ്പും തീർത്ത് കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടൈം. ബാക്കിയുള്ള സമയം യു സ്പെൻഡ് മോർ ഓൺ കോൺട്രാക്ട്. ഇത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ടൊന്നും നോക്കിയാൽ തീരത്തില്ല. നിങ്ങൾ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടാവും, അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളുണ്ടാവും, അതൊക്കെ നോക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. 1-2 ക്വസ്റ്റ്യൻ എങ്കിലും സ്പീഡിൽ എഴുതാൻ വേണ്ടി നോക്കുക. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ബൈ ടുമോറോ നൈറ്റ് യു ഷുഡ് ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. Provided you can start from morning 6, it can go till 11 in the night or whatever. ഓക്കെ ആണോ? നൗ റോങ് സെക്ഷൻസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലോണിൻ്റെ എക്സാമിന് കോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ആ സമയത്ത് സെക്ഷൻ ഉറപ്പുണ്ടെങ്കിൽ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, സെക്ഷൻ 25, നിങ്ങൾക്കത് ഉറപ്പാണ്, ഗോ, യു ക്യാൻ. അതർവൈസ് നെവർ കോട്ട് ഇറ്റ്. സിമിലർലി കേസ് ലോസ് നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ കമ്പനീസ് ആക്ടിലാണ് കുറച്ച് കൂടുതൽ കേസ് ലോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. സർ ദിൻഷോ മിനിക് ജെപെറ്റിൻ്റെ കേസ് ലോസോ, ഗിൽഫോർഡ് വേഴ്സസ് ഹോണിൻ്റെ കേസ് ലോസോ, അതുപോലെ സാലമൻ വേഴ്സസ് സാലമൻ്റെ കേസ് ലോ, അസോസിയേറ്റഡ് റബ്ബർ ഇൻഡസ്ട്രീസിൻ്റെ കേസ് ലോ, അങ്ങനെ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കുന്ന കേസ് ലോസ്, അല്ലെങ്കിൽ ഡെയിംലർ വേഴ്സസ് കോണ്ടിനെന്റൽ ടയർ ആവാം, ഇങ്ങനെയുള്ള കേസ് ലോസ് ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് അതൊന്ന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ, പ്രൊവൈഡ് നിങ്ങൾ ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇറ്റ് വുഡ് ഗിവ് എ ഗുഡ് ഇംപ്രഷൻ. ആ കാര്യം ഓക്കെ ആണോ? പിന്നെ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം, ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. RTP, MTP, സജസ്റ്റർ ആൻസർ, ഇത് മൂന്ന് നിങ്ങൾ ഈ സമയം നമ്മളത്തേക്ക് കുറച്ചെങ്കിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഒരു പ്രതീക്ഷ. അത് മാക്സിമം ഒന്ന് സ്പീഡ് കവർ ചെയ്ത് പോവുകയും ചെയ്യാം. ആൻഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ അത്രത്തോളം ക്വിക്ക്ലി ക്രോസ് ചെക്ക് ചെയ്യുക. അതിനോ ഈ ഒരു ചെറിയ ടൈം ലിമിറ്റ് ഇത്രയും കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനും വരണ്ട. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നോക്കിയതും അണ്ടർലൈൻ ചെയ്ത് വെച്ചതും ടിക്കറ്റതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുകയാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ ആണോ? സോ ഓൺ എ നട്ട്സെൽ ഐ വിൽ ടെൽ വൺ മോർ തിങ്. എക്സാമിന് ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, മിസ്റ്റേക്സ് ഒന്നും എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ ചെക്ക് ചെയ്തെടുത്ത് സമയം കളയരുത്. അക്കൗണ്ട്സിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ, അതിന് എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അത് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലോ എന്തെങ്കിലും നോക്കിയാലോ ടെൻഷൻ അടിക്കും. നെവർ ചെക്ക് ദാറ്റ്. ക്വിക്ക്ലി സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ ഇറ്റ് സെൽഫ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് കമ്പനി ലോ ആൻഡ് LLP. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വരുന്ന ഏകദേശം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് തീർന്നതിന് ശേഷം ഗോ ടു സെയിൽസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. കാരണം നിങ്ങൾക്കറിയാം കമ്പനീസ് ആക്ട് LLP നമുക്ക് ഒരു യൂണിറ്റേ ഉള്ളൂ. സെയിൽസിലും പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. അതും ക്വിക്ക്ലി കവർ ചെയ്യും. കവർ ചെയ്യുന്ന സമയത്ത് പാരലലി നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട RTP ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്ന് പറയുമ്പോൾ എഡ്സെറ്റ് പിന്നെ ടെക്സ്റ്റ് വായിക്കലാണ് ചെയ്യേണ്ടത്. സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൽ ഈ വർഷത്തെയും തൊട്ട് മുന്നത്തെ RTP എന്ന് പറയുന്നത്. ഇനി RTP യു ഹാവ് യൂട്യൂബ്, വി ഹാവ് ഡൺ എ സെഷൻ ഓൺ RTP. യു ക്യാൻ ക്വിക്ക്ലി ഗോ ആൻഡ് ചെക്ക് ദ RTP ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. സെയിൽസുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റൻ ആവുന്നത് അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഏരിയ പോയിട്ടൊന്ന് സ്പീഡിൽ നോക്കാം. ദെൻ ഈവൺ RTP ക്വസ്റ്റൻ ചെയ്തപ്പോഴും ഞാനവിടെ ഏത് പേജ് നമ്പറാണെന്നൊക്കെ മെൻഷൻ ചെയ്തായിരുന്നു. അതും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് സ്പീഡിൽ വായിച്ച് നോക്കാം. പിന്നെ തൊട്ട് മുന്നുള്ള സജസ്റ്റർ ആൻസറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാം. MTPയിലും അങ്ങനെ ഓരോ ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നോക്കുക. ക്വിക്ക്ലി നിങ്ങൾക്ക് എത്രത്തോളം റൈറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതും ചെക്ക് ചെയ്യാം. അതിനുശേഷം യു ഡെഡിക്കേറ്റ് മാക്സിമം ടൈം ഓൺ കോൺട്രാക്ട് ആക്ട്. കോൺട്രാക്ട് ആക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇത് കോൺട്രാക്ട് ആക്ട് വെച്ച് നിങ്ങൾ ഇന്ന് തുടങ്ങിയുള്ള പ്രശ്നം എന്താ, ചിലപ്പോൾ നാളെ നൈറ്റ് വരെ നിങ്ങൾ കോൺട്രാക്ട് നോക്കിയാൽ ബാക്കിയൊന്നും നോക്കാൻ സമയം കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ കുഞ്ഞു ചാപ്റ്റേഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. ലൈക്ക് ഞാൻ ആ ചാപ്റ്റർ തീർത്തല്ലോ, ഇനി ഇതല്ലേ ഉള്ളൂ എന്നൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് ഐ വുഡ് സജസ്റ്റ് ടു പുൾ ദി കോൺട്രാക്ട് ആക്ട് ഓൺ എ ലാസ്റ്റ് ടൈം എന്ന് കരുതി നിങ്ങൾ നേരെ എക്സാം ഹോളിൽ തരുന്നതിന് തൊട്ട് മുന്നേ മാത്രം നോക്കരുത് കേട്ടോ. യു ഷുഡ് അലോക്കേറ്റ് അഡിക്വേറ്റ് ടൈം. അവിടെയും നമുക്കറിയാം കുറച്ച് ചിന്നയ്യ വേഴ്സസ് രാമയ്യ പോലത്തുള്ള കേസ് ലോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. എക്സാം ഹോളിൽ ആ
15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം എന്ത് ചെയ്തോ, നല്ല രീതിയിൽ സമയമെടുത്ത് ഏതാണ് സ്കിപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുക. പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ നോക്കണ്ട, ബാക്കി ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുക, എഴുതി തുടങ്ങാം. ഓർഡറിൽ എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനാണ് ഏറ്റവും കംഫർട്ടബിൾ ആയത്, ഏറ്റവും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാ, അത് ഫസ്റ്റ് നിങ്ങൾ എഴുതി തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ക്ലിയർ ആണോ? ഇത്രയുമാണ് നിങ്ങൾ ലോൻ്റെ എക്സാമിന് തൊട്ട് മുന്നുള്ള സമയത്ത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ. സോ വേറൊരു കാര്യം മറക്കരുത്, ഇത് തേർഡിനും പിന്നെ ഫോർത്തിനുമായിട്ടുള്ള പോയിൻ്റാണ്. അതായത് തേർഡ് യൂണിറ്റിനും ഫോർത്തിനും നമുക്ക് ആകെ 2 hours ഉള്ളൂ, അത് മറന്നു വരുത്. ആൻഡ് ഇതിന് നമുക്ക് 3 hours ഉണ്ടാവും. എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കൂൾ ഓഫ് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, യൂട്ടിലൈസ് ആവാതെ ആയിപ്പോകരുത്. ഓക്കെ ആണോ? ആൻഡ് മെയിൻ തിങ് റിഗാർഡിങ് ലോ, പ്രസൻറ്റേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിക്കണം. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അറിയുന്ന ഭാഗങ്ങൾ യു ജസ്റ്റ് ഗിവ് ഇറ്റ് ഓൺ എ ഫസ്റ്റ് ഫേസ്. ഓക്കെ ആണോ? ആൻഡ് ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ മൈൻഡിൽ വെക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കുക, സജസ്റ്റർ ആൻസേഴ്സ് എന്തായാലും ഉറച്ചു നോക്കുക. അപ്പം നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാകത്തില്ല, എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതിനെ പറ്റി സർപ്രൈസ് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് വലിയൊരു ബൂസ്റ്റപ്പ് തരും. ഓക്കെ ആണോ? സോ I think we can wind up on this, and I wish you again all the best. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് പ്രാവർത്തികമാക്കുക. ഞാൻ വീഡിയോ ചെറുതാക്കുന്നതിൻ്റെ ഉദ്ദേശം, ഐ നോ യുവർ ടൈം ഈസ് വെരി വാല്യുബിൾ. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവുക. എക്സാം വളരെ സിമ്പിളായിരിക്കും, നിങ്ങൾ എന്തായാലും പാസ്സാവും. Hope to see you all in CA Inter batch, and all the very best once again.